ഭാരതത്തിന്റെ സർജിക്കൽ സ്ട്രൈക്ക് ഭയന്ന് പാക് അധിനിവേശ കശ്മീരിലെ ഭീകരരെ ഒഴിപ്പിച്ചു. നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ലോഞ്ച് പാഡുകളിൽ ഉണ്ടായിരുന്ന ഭീകരരെയാണ് ഒളിത്താവളങ്ങളിലേക്ക് മാറ്റിയത്. ഇതിനിടെ പാക് അധിനിവേശ കശ്മീരിലെ ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിച്ചു വെക്കാൻ പാകിസ്ഥാൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ഭീകരർക്കായുള്ള തെരച്ചിൽ തെക്കൻ കശ്മീരിൽ തുടരുകയാണ്. ഇതിനിടെ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. കുപ്വാര, ഉറി, അഖ്നൂർ മേഖലകളിൽ വെടിവയ്പ് ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചു. തുടർച്ചയായി 9ാം ദിവസമാണ് പാക് പ്രകോപനം. നന്ദഗോപൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നന്ദൻ, പാക് പ്രകോപനം തുടർച്ചയായി വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ സൈന്യം ശക്തമായി തന്നെ തിരിച്ചടിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ്? ദേവിക, തുടർച്ചയായ 9ാം ദിവസമാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ സൈനിക പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം മുതിർക്കുന്നത്. ഇന്നലെ രാത്രിയിൽ അഖ്നൂർ, അതേപോലെ തന്നെ ഉറി, അതേപോലെ തന്നെ കുപ്വാര അടക്കമുള്ള സൈനിക പോസ്റ്റുകൾക്ക് നേരെയാണ് ഇന്നലെ പാകിസ്ഥാൻ സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇന്നലെ വെടിയുതിർത്തത്. BSF ശക്തമായി തന്നെ തിരിച്ചടിച്ചിട്ടുണ്ട്. ഈ 9ാം ദിവസവും ഇത്തരത്തിലാണ്. നേരത്തെ ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്നും ശക്തമായ വാണിംഗ് നൽകിയതായിരുന്നു. അതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും വീണ്ടും ഇത്തരം പ്രകോപനം ഉണ്ടാകുന്നത്. അതേസമയം തന്നെ ഈ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൽ അവിടെ ഭാരതത്തിലേക്ക് നുഴഞ്ഞു കയറാൻ തയ്യാറായിരുന്ന ഭീകരന്മാരെ അവിടെ നിന്നും ഒഴിപ്പിച്ചു എന്നുള്ളതാണ് വിവരങ്ങൾ ലഭ്യമാകുന്നത്. അതായത് ഇവിടേക്ക് നുഴഞ്ഞു കയറാൻ വേണ്ടി ഈ ടെററിസ്റ്റ് ലോഞ്ചിങ് സെൻറ്റർ അവിടെ അതിലെ 3 ലോഞ്ചിങ് സെൻറ്ററിലാണ് പൂർണ്ണമായും ഒഴിപ്പിച്ചിരിക്കുന്നത്. ഉറി അടക്കമുള്ള മേഖലയിൽ നിന്നും ഈ ഭീകരന്മാരെ ഒഴിപ്പിച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്നും ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാകുമെന്നുള്ള ഒരു ഭീതിയാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു നീക്കത്തിലേക്ക് കടന്നത്. അതേസമയം തന്നെ ഈ അതിർത്തി മേഖലയിൽ നിന്നും ജനങ്ങളോട് കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ചുരുങ്ങിയത് 2 മാസത്തേക്ക് അവശ്യ സാധനങ്ങൾ ശേഖരിച്ച് കരുതി വെക്കുവാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് പാകിസ്ഥാൻ നൽകിയിരിക്കുന്നത്. മാത്രമല്ല മരുന്നടക്കമുള്ളവ സേവ് ചെയ്ത് വെക്കണം എന്നുള്ളതാണ് പ്രധാനമായും പ്രധാനമന്ത്രി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശം. ഏത് സമയവും ഭാരതം ആക്രമിക്കാം, സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാകുമെന്നുള്ള ഒരു ഭീതിയാണ് പാകിസ്ഥാനെ കൊണ്ട് ഇത്തരമൊരു നിർദ്ദേശം പുറപ്പെടുവിക്കുവാൻ ഇടയാക്കിയത് എന്നുള്ളതാണ് സൂചന. അതേസമയം തന്നെ ഈ മേഖലകളിൽ ഇപ്പോഴും ശക്തമായ നിരീക്ഷണം തുടരുകയാണ്. ഈ പെൽഗാമിലെ ബൈസൺവാരിയിൽ തീവ്രവാദികൾ നടത്തിയ അക്രമം അത് ഭാരതം ഒരു തരത്തിലും മറക്കില്ല, അല്ലെങ്കിൽ പൊറുക്കില്ല എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ മേഖലകളിലും, പ്രത്യേകിച്ച് സൗത്ത് കാശ്മീരിൽ മുഴുവൻ ശക്തമായ തെരച്ചിൽ നടക്കുകയാണ്. ഈ പിർപ്പഞ്ചൽ മേഖലകളിലാണ് കൂടുതലുമായി തെരച്ചിൽ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം അവിടെ പാരാ കമാൻഡോകളെ എയർ ഡ്രോപ്പ് ചെയ്തിരുന്നു. അവർ ഉൾക്കാടുകളിൽ ഇപ്പോഴും സെർച്ചിങ് നടപടികൾ പുരോഗമിക്കുകയാണ്. അതേസമയം തന്നെ ഈ ഭീകരർ ചില ബങ്കറുകളിൽ ഒളിഞ്ഞിരിപ്പുണ്ടാകേക്കാം എന്നുള്ള സൂചനകളും ലഭ്യമാകുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സമഗ്രമായ തെരച്ചിലാണ് ഈ ജമ്മു കാശ്മീരിൻ്റെ വിവിധ മേഖലകളിലായിട്ട് നടക്കുന്നത്. RR റൈഫിൾസ്, രാഷ്ട്രീയ റൈഫിൾസിൻ്റെ പ്രത്യേക ദൗത്യ സംഘം ഇതിനായി നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അവർ ഈ ഉറി, അതേപോലെ തന്നെ ബാരാമുള്ള, പിർപ്പഞ്ചാൽ തുടങ്ങിയ മുഴുവൻ മേഖലകളിലും വനങ്ങളിലും അതേപോലെ തന്നെ ഗ്രാമങ്ങളിലും ഒക്കെ തന്നെ ഈ സെർച്ചിങ് നടപടികൾ തുടരുകയാണ്. ഗ്രാമവാസികൾ ആരെങ്കിലുമൊക്കെ ഇവർക്ക് സംരക്ഷണം നൽകിയെന്നുണ്ടാകാം എന്നുള്ളതാണ് പ്രധാനമായും മിലിറ്ററി ഇൻ്റലിജൻസ് കണ്ടെത്തിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രാമങ്ങളിലെ വീടുകളിലും പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഈ ഭീകരവാദികൾക്ക് വെള്ളവും ഭക്ഷണവും നൽകിയതിനാണ് ഇവരെ 3 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിലവിൽ 15 പേരുടെ അറസ്റ്റ് നേരത്തെ തന്നെ ദേശീയ അന്വേഷണ ഏജൻസി രജിസ്റ്റർ ചെയ്തിരുന്നു. ഏതായാലും കൂടുതൽ പേരെ ചോദ്യം ചെയ്യുവാൻ വേണ്ടി ഇപ്പോൾ വിളിപ്പിച്ചിരിക്കുകയാണ്. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായേക്കാമെന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. ദേവിക. ശരി.